ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അങ്ങ് ഒരു അഭിഭാഷകൻ കൂടിയല്ലേ? മാധ്യമപ്രവർത്തകരുടെ തൊഴിലിടം എന്ന് പറയുന്നത് അവർ ജോലി ചെയ്യാൻ വരുന്ന, പ്രതികരണം എടുക്കാൻ വരുന്ന ഭാഗമാണല്ലോ. അവിടെ നിന്നുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഉണ്ടായിരുന്ന മുറിയിലേക്ക് ഇടിച്ചു കയറിയിട്ടില്ല. എന്തിന് രാമനിലയത്തിനകത്തേക്ക് പോലും കയറിയിട്ടില്ല. ആ കാറിന്റെ ഒരു ഭാഗത്ത് നിൽക്കുകയായിരുന്നു അവർ. പ്രതികരണം ചോദിക്കുന്ന വിഷയം വളരെ സെൻസിറ്റീവായ ഒരു വിഷയമല്ലേ? എം മുകേഷ് എന്ന് പറയുന്ന MLA ന്യായീകരിക്കുന്ന പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതല്ല പാർട്ടിയുടെ അഭിപ്രായമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ അതിൽ ഒരു കൗണ്ടർ പ്രതികരണം തേടുക എന്ന് പറയുന്നത് അവരുടെ ജോലിയല്ലേ? മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ലേ? അത് തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരോട് തിരിച്ച് ആക്രോശിക്കുന്നത് ശരിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? നിങ്ങൾ പറയുന്നത് രണ്ടും ക്ലബ് ചെയ്ത് പറയുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. എന്ത് മാധ്യമപ്രവർത്തകര്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, മാധ്യമപ്രവർത്തകര് അവരുടെ പ്രതികരണം ചോദിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ടാവില്ല, ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അത് ചോദിക്കാം. പക്ഷെ മാധ്യമപ്രവർത്തകർക്ക് ഒരാൾ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പം തടഞ്ഞു നിന്ന് ചോദിക്കേണ്ട റൈറ്റ് ഇല്ല. വഴി എവിടെയാണ് തടഞ്ഞത്? ഒന്നൊന്നോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അത് പ്ലേ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ആ കാറ് തുറക്കാൻ വന്ന ആ മനുഷ്യൻ കാറ് തുറക്കാൻ വരുമ്പോ ശരി, നമുക്ക് നോക്കാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങ് തുടരണം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങ് തുടരണം. നമുക്ക് ഇതിനകത്ത് ഒരു ആംബിഗ്യൂട്ടിയുടെയും കാര്യമില്ല. PCR പ്ലീസ് പുട്ട് ഡൗൺ ദ ടിക്കർ. PCR പ്ലീസ് പുട്ട് ഡൗൺ ദ ടിക്കർ and show in full screen. അദ്ദേഹത്തിന്റെ ആ ഏരിയയിലേക്ക് ആ കാർ അദ്ദേഹത്തിന്റെ വഴിയിലല്ല, വശത്താണ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. BJP അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും ഒരു നിലപാടും താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന വഴി താങ്കൾ കണ്ടല്ലോ. ആ വഴിയിൽ ആരും നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വലതുവശത്താണ് മാധ്യമങ്ങൾ നിൽക്കുന്നത്. കാറിന്റെ പിന്നിലേക്ക് വന്നാണ് അദ്ദേഹം തടയുന്നത്. മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഡോർ അടഞ്ഞ് ആരും നിൽക്കുന്നില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം വഴിയിൽ വെച്ചല്ലല്ലോ അത് പറഞ്ഞത്. വഴിയിൽ വെച്ചല്ലല്ലോ അദ്ദേഹം ഡോറിൽ പിടിക്കാമെന്ന് ശ്രമിക്കുന്നത്. അദ്ദേഹം കാറിനടുത്ത് വന്നപ്പോ ആ ഡോറിന്റെ ഭാഗത്ത് നിങ്ങൾ കാണിക്കുന്നതിലുണ്ട്, ആ ഡോറിന്റെ ഭാഗത്താണ് ഒരു പത്രപ്രവർത്തനം ചോദിക്കാൻ. നിങ്ങളിത് പറഞ്ഞിട്ട് പോകാൻ പറ്റൂ? നിങ്ങളിത് പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണ്ടേ? ഇത് ശരിയാണ്. ഞാൻ ആ പത്രപ്രവർത്തകരുടെ കർമ്മത്തോട് ഞാൻ ഒരിക്കലും വിരോധം പറയുന്നില്ല. അത് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അയാൾക്ക് മറുപടി പറയാനും അത് മറുപടി പറയാതിരിക്കാനും അയാളുടെ വഴി അല്ലെങ്കിൽ അയാളുടെ ഡോറിന്റെ ആ ഡോറ് തുറന്ന് മുന്നോട്ട് പോകാനുള്ള ധാർമ്മികമായ ചുമതല അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ചെയ്തു. എന്റെ വഴി ഞാൻ പോകുന്നു എന്ന് പറയുന്നു. അതിന് മുമ്പിൽ നിന്ന് ആളോട് മാറി നിൽക്കാൻ പറയണം. എനിക്ക് ഒരു കയ്യാങ്കളി എന്നുള്ള ഭാഷ എന്ന് പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കയ്യാങ്കളി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? പരസ്പരം അങ്ങനെ ഇങ്ങോട്ടും എന്തെങ്കിലും കയ്യാങ്കളി ഉണ്ടായോ? കയ്യാങ്കളി ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അതിനെ അങ്ങനെ വളച്ചു കെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊന്നും പത്രപ്രവർത്തകരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിക്കുന്നവരാണ് BJPയും പത്രപ്രവർത്തകരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് സുരേഷ് ഗോപിയും. എന്തിനാ അതിനെ കയ്യാങ്കളി എന്ന് പറയുന്നത്? ഒരു നിമിഷ നേരത്തെ പ്രകോപനം കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അതിനൊക്കെ ഇങ്ങനെ കയ്യാങ്കളി എന്നൊക്കെ പറഞ്ഞാലോ? അതിനെ അങ്ങനെ പറയല്ലേ? അത്രേ ഉള്ളൂ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കയ്യാങ്കളി എന്നതിലേക്കല്ല, കയ്യാങ്കളി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചതായി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കേട്ടോ? അങ്ങനെ പറയല്ലേ. നിങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡ് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ അതൊന്നും എടുത്ത് നിങ്ങൾ നോക്കൂ. ഇനി ഞാൻ പറഞ്ഞതല്ല, കയ്യാങ്കളി എന്നുള്ള ഭാഷ പറഞ്ഞത് ആങ്കറാണ്. ഇപ്പോ ഇവിടെ വെച്ച് എന്നോട് സംസാരിക്കുമ്പോ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തള്ളി മാറ്റി എന്നാണ് പറഞ്ഞത്. തള്ളി മാറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വഴിയിൽ നിന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതും അംഗീകരിക്കുന്നു. സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ മുന്നിൽ നിന്നതുകൊണ്ട് ഞാൻ തള്ളി മാറ്റി എന്നതാണ്. നിങ്ങൾ ഒരു സെക്കൻഡിനുള്ളിൽ നിങ്ങൾ മാറ്റി പറഞ്ഞാലോ? ഞാൻ മാറ്റി പറയുന്നൊന്നുമില്ല. എനിക്ക് അങ്ങയുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാകും. അങ്ങയുടെ പാർട്ടിയുടെ മന്ത്രിയാണ്. അങ്ങേക്ക് അദ്ദേഹത്തെ സംരക്ഷിച്ചേ മതിയാകൂ. അദ്ദേഹം ചെയ്ത കാര്യത്തിലെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയെ കുറിച്ച് അങ്ങേക്ക് സംസാരിക്കാൻ കഴിയില്ല. അങ്ങേക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. മന്ത്രിയല്ല ആരായാലും ശരി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള നട്ടലുള്ളവരാണ് BJPയുടെ ആൾക്കാർ. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ കൃത്യമായ കാര്യങ്ങൾ എന്നും എപ്പോഴും പറയുന്ന ആളാണ്. എങ്കിൽ പറയൂ, ഇത് ശരിയോ തെറ്റോ?
ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ശരിയോ തെറ്റോ? ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. അമ്മ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ആളാണ് ബി ഗോപാലകൃഷ്ണൻ. നിങ്ങളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും വാർത്തയിൽ ഞാൻ കൊടുത്താണ് അമ്മ പിരിച്ചുവിടണം. കാരണം അതിന്റെ സങ്കല്പത്തിന്, അമ്മ എന്ന പദത്തിന്റെ സങ്കല്പത്തിന് വിരുദ്ധമാണ് അതിന്റെ പ്രവർത്തനം. അതുകൊണ്ട് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു ഒളിച്ചുകളിയില്ല, ഒരു വിഷമവുമില്ല. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അയാൾ കാറ് തുറക്കാൻ വന്നപ്പോൾ കാറിന്റെ ഡോറിന്റെ ഭാഗത്ത് നിന്ന ആളെ കൈകൊണ്ട് മാറ്റി നിർത്തി. അതിനെ കയ്യാങ്കളി എന്ന് പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതാണ് കയ്യാങ്കളി. എന്നിട്ട് ഇപ്പൊ പറയണോ ഞാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അവിടെ കൈയെടുത്ത് പിടിച്ച് തള്ളിയത് പിന്നെ എന്താണ്? സുരേഷ് ഗോപി കൈ കെട്ടി നിൽക്കുകയാണോ? കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളിൽ ഒരുത്തന്നെ നേരെയാണ് കൈ ചൂണ്ടിയത്. അത് ഞാൻ ചോദിക്കണ്ടേ? നിങ്ങളുടെ ഒരാളുടെ മുമ്പിൽ കൈ ചൂണ്ടിയാൽ നിങ്ങൾ ചോദിക്കും. കൈ ചൂണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പറയണ്ട. അതാണ് മര്യാദ. പത്രപ്രവർത്തകർക്ക് കൊമ്പൊന്നുമില്ല. നിങ്ങൾക്ക് ആരെയും തടഞ്ഞു നിർത്തിയിട്ടില്ലല്ലോ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. കാര്യം പുറത്തു വരട്ടെ. തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല. ചോദ്യത്തിന് മറുപടിയില്ല. മുകേഷിനെ പിന്തുണച്ചു സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ചെയ്തത് അതാണ്. നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് താങ്കളുടെ പാർട്ടിയുടെ നിലപാട് അതല്ലല്ലോ. താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞത് അതല്ലല്ലോ. താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞത് അതല്ല. അത് ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ പാർട്ടിയുടെ അധ്യക്ഷൻ എന്റെ പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയുടെ സ്റ്റാൻഡ് അല്ല നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി എടുക്കുന്നത്. അത് ചോദിക്കണ്ടേ? ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതിന് നിങ്ങൾ അയാളെ വഴി തടയേണ്ട കാര്യമില്ല. തടഞ്ഞത് എവിടെയാണ്? വഴിയിൽ തടഞ്ഞോ? രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നോ നോക്കൂ. നിങ്ങൾ ഏതാണ്ട് ഈ മറ്റേ കോടതിയിൽ ചോദ്യം ചെയ്യണ മാതിരി, പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യണ മാതിരി എന്നല്ല പത്രപ്രവർത്തകർ ചോദിക്കേണ്ടത്. ആരാണ് അവിടെ ചോദ്യം ചെയ്തത്? അങ്ങനെയാണെങ്കിൽ സിനിമ സ്റ്റൈലിൽ അല്ല മറുപടി പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുകയല്ല, അവിടെ കേന്ദ്രമന്ത്രിയാണ്. ഇവിടെ സിനിമ അഭിനയിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ എന്റെ വഴിയാണ് എന്റെ അവകാശം എന്ന് പറഞ്ഞു. അത് സിനിമയിൽ അഭിനയിച്ചതാ. എന്റെ വഴി എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി വന്നത് ആരാണ്? മാധ്യമപ്രവർത്തകർ അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. വഴി തടയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? വഴിയിൽ തടഞ്ഞത് എവിടെയാണ് സാർ? അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് വഴി തടഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നു അദ്ദേഹം ഒരു കാരണവശാലും ശരി, വഴിയിൽ തടഞ്ഞു എന്നതാണോ? വഴിയിൽ തടഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ പൊരുളില്ലാതാകുമോ? മുകേഷിനെ അദ്ദേഹം പിന്തുണച്ചു, അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യോജിക്കുന്നത് പാർട്ടിയുടെ നിലപാടിനെയാണ്. അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് താങ്കളുടെ നിലപാട്. അപ്പോൾ ആ നിലപാടാണോ ഇദ്ദേഹത്തിനുള്ളത്? കേന്ദ്രമന്ത്രിയല്ലേ പാർട്ടിയുടെ, അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ല മലയാളത്തിലാണല്ലോ പറഞ്ഞത്. ഞാൻ നല്ല മലയാളത്തിലാണല്ലോ സാർ പറയുന്നത്. നിങ്ങൾ പക്ഷെ കേൾക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. പറയൂ സാർ. സിപിഐഎമ്മിന്റെ ഒരു MLA എന്തിനാണ് ഇങ്ങനെ പിന്തുണയ്ക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പാർട്ടിയുടെ വളരെ കൃത്യമായിട്ടുള്ള നയവും സമീപനവും പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമാണ്. അദ്ദേഹത്തോട് പാർട്ടിയുടെ ആളുകൾ സംസാരിക്കും, അത് ക്ലിയർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തോട് അത് ചോദിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം അതിൽ നിന്ന് ഒരു നല്ല രീതിയിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ വളരെ മര്യാദയോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, വിശദീകരിക്കുന്നത്. അതുപോലെ മര്യാദാപൂർവമായ ഒരു മറുപടിയല്ലേ പ്രതീക്ഷിക്കുന്നത്? അതിന് പകരം തട്ടിക്കേറി കാറ് അടച്ചു പോകുന്നത് എന്തിനാണ്? അല്ല, അതിന് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനായ ഒരു കേന്ദ്രമന്ത്രിയാണ്. BJP എന്ന പാർട്ടിയുടെ ടിക്കറ്റിലല്ലേ അദ്ദേഹം ജയിച്ചത്, പുറത്തുനിന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ വികാരവും. BJP എന്ന പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. BJP എന്ന പാർട്ടിക്ക് ഒരു മാന്യതയുണ്ട്, ഒരു സ്വഭാവമുണ്ട്, പ്രവർത്തന ശൈലിയുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്. അത് അദ്ദേഹത്തെ പഠിപ്പിക്കണം. അല്ല, അത് പഠിപ്പിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. തീർച്ചയായിട്ടും പഠിപ്പിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പോരാ, ഞങ്ങൾക്ക് ഇത് കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ വഴി തടയുമ്പോൾ ഇനിയും കിട്ടണമെന്നല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായമല്ല. താങ്കൾ ഇവിടെയാണ് നമ്മൾ തമ്മിലൊരു അഭിപ്രായത്തിലേക്ക് എത്തേണ്ട. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കെ സുരേന്ദ്രൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടി ടിക്കറ്റിൽ ലോക്സഭാ MP ആയി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് അതിൽ മാറ്റമുണ്ടോ? സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാറ്റമുണ്ടോ എന്നറിയാൻ വീണ്ടും ചോദ്യം ചോദിക്കും. അത് താങ്കൾക്കറിയാമല്ലോ. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് സാർ. അതാണ് എന്റെ സഹപ്രവർത്തകർ അവിടെ ചെയ്തത്. അതിനവർ വഴി തടഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ? അവരുടെ നേരെ കയ്യും ചൂണ്ടിച്ചെല്ലുന്നത് ശരിയാണോ? അതല്ലേ ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. എന്റെ പൊന്നു പെങ്ങളെ, അത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഒരാളെ പ്രകോപിപ്പിച്ചുകൊണ്ട് വഴി തടഞ്ഞ് കാറിന്റെ ഡോർ തടഞ്ഞു നിന്ന് ചോദിക്കേണ്ട അവകാശം നിങ്ങൾക്കില്ല.
അത്രേ ഉള്ളൂ എന്റെ പോയിന്റ്. നിങ്ങൾ അത് ശരിയാണ്. കാറിന്റെ ഡോറ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാറിന്റെ ഡോറ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് നമുക്ക് പരിശോധിക്കാം. ഞാനത് കണ്ടില്ല. കാറിന്റെ ഡോറ് തടയുന്നതായ ആ ദൃശ്യങ്ങളിൽ ഞാൻ കാണുന്നില്ല. അങ്ങനെ തടഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. അത് തെറ്റാണ്. ഒരാളുടെ വാഹനം അയാളുടെ പ്രോപ്പർട്ടി, അതുമല്ല ഔദ്യോഗിക വാഹനമാണല്ലോ, അതൊന്നും തടയുന്നത് ശരിയല്ല. അത് ഓക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ തെറ്റില്ലേ? അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയിൽ തെറ്റില്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? പെരുമാറ്റ രീതിയിലല്ല, തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. പെരുമാറ്റ രീതിയിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ അഭിപ്രായത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് വ്യക്തിപരമാണ്. ശരിയും തെറ്റും തീരുമാനിക്കുന്ന ഒരു വ്യക്തി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന ആ വ്യക്തിയാണ്. എന്നാൽ പാർട്ടിയുടെ അഭിപ്രായം എന്താ? പാർട്ടിയുടെ അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ശരിയാണ്. അത് രണ്ടും തമ്മിൽ യോജിക്കുന്നില്ല അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അത് പാർട്ടിയിൽ സംസാരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞത് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്നതിൽ ആ ആശയത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അങ്ങ് പാർട്ടിയുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്നയാളാണ് എന്ന പൂർണ്ണ ബോധ്യവുമുണ്ട്. പക്ഷേ ഇവിടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, അദ്ദേഹം BJPയുടെ ടിക്കറ്റിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ജയത്തിനായി കുറെ വിയർപ്പൊഴുക്കിയ ആളെന്ന നിലയിൽ അങ്ങ് തന്നെ അദ്ദേഹത്തോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കുകയും വേണമെന്നുള്ളതാണ് എന്റെ എളിയ അഭ്യർത്ഥന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നു മാത്രമല്ല, സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തോട് ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് തന്നെ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമുക്കും ഇങ്ങനെ ഒരു ആശയ സംഘടനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നത് താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. പ്രതികരിച്ചതിന് നന്ദി.